ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫയർ ക്രാക്കർ പ്ലാന്റിൻ്റെ പീച്ച് കളറാണ്. ഇതിൻ്റെ റെഡ് കളറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പീച്ച് കളറാണ്. ഇതിന് ചെടികൾക്ക് പല പല പേരുകളുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് റുസേലി എന്നാണ്. അല്ലാതെ ഈ ചെടികളുടെ മറ്റുള്ള പേരുന്നത് ഈ നമ്മുടെ തീപ്പൊരി പോലൊക്കെ ഇരിക്കുന്നുണ്ട്, തീപ്പൊരി ചെടി എന്ന് പറയും. ചിലർ ഇതിനെ ജിങ്കിൾ ബെൽസ് എന്ന് പറയുന്നുണ്ട്, ക്രിസ്മസ് ബെല്ലെന്ന് പറയുന്നുണ്ട്, ചിലർ ഇതിനെ ബൾബ് ചെടി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ 2-3 കളറുണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ടെന്ന് പറയുന്നത്. യെല്ലോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു പീച്ച് കളറ്. വർഷം മുഴുവനും നമുക്ക് 365 ദിവസവും നമുക്ക് പൂക്കൾ തരുന്നൊരു ചെടി തന്നെയാണിത്. വളരെ ഈസി മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെടിയാണിത്. നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു വളപ്രയോഗം കൂടാതെ തന്നെ ഇങ്ങനെ പൂക്കൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്തായിരിക്കണം ചെടി ഇരിക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നല്ല രീതിയിൽ നമ്മൾ വെള്ളവും കൊടുക്കണം. വെള്ളം വേണ്ടാന്നൊക്കെ പറയുമെങ്കിൽ ശരി തന്നെ, വെള്ളം കൊടുക്കുമ്പോഴാണ് പുതിയ ശാഖകൾ ഉണ്ടാകുന്നത്. പുതിയ ശാഖകൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് പുതിയ പൂക്കളും ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും നല്ല എളുപ്പമാണ്. ഈ പൂക്കളുണ്ടായി കഴിഞ്ഞ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് പുതിയ ശാഖകളൊക്കെ ഉണ്ടാകും. അതായത് എപ്പോഴും ചിന്തിക്കേണ്ടത് പുതിയ തളിരുകൾ വരുമ്പോഴാണ് അത് മുട്ടോടുകൂടി വരുന്നത്. ആ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് പൂക്കളുണ്ടാകും. പിന്നെ പൂക്കളൊക്കെ വന്ന ഭാഗം നമ്മൾ മുറിച്ച് നടുന്നതാണ് കുറച്ചുകൂടെ വേര് പിടിക്കാൻ എളുപ്പം. അല്ലാതെ ചെറിയ തണ്ട് നട്ടാലും വേര് വരും, പക്ഷേ ഇച്ചിരൂടെ നമുക്ക് നല്ല ഉറപ്പായിട്ട് പിടിക്കുന്നത് നല്ല പൂക്കൾ കഴിഞ്ഞ ഭാഗം നമ്മൾ നടുമ്പോഴാണ് പെട്ടെന്ന് വേര് വരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. പിന്നെ അധികം പരിചരണമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ അധികം ഗാർഡനിലൊക്കെ അധികം കഷ്ടപ്പെടാൻ വയ്യാത്തവർക്ക് നടാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത്. കാര്യം അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല, വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് അത്രയും നല്ലതാണ്, ആരോഗ്യമായിട്ടൊക്കെ നിൽക്കും. ഈ ചെടിക്ക് കൂടുതൽ ഭംഗി വരുന്നത് നമ്മൾ ഏതെങ്കിലും ഉയരത്തിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ട് വളർത്തുമ്പോഴാണ്. ബാൽക്കണിയിലൊക്കെ നടാൻ പറ്റിയ ചെടിയാണ്. അതിങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ഇപ്പം തന്നെ ഞാൻ ഇത് താഴെ ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത്രത്തോളം ഭംഗി അതിന് വരുന്നില്ല. ഇച്ചിരി ഉയരത്തിൽ നിന്ന് കിടക്കുകയാണെങ്കിലാണ് ഇതിങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുമ്പോഴാണ് ആ ചെടിയുടെ ആ ഭംഗി കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് പല രീതിയിൽ വളർത്താം. ആർച്ചായിട്ട് വളർത്താം, പിന്നെ കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റും, ഹാങ്ങിങ് ആയിട്ട് വളർത്താം. ഇങ്ങനെ പല രീതിയിലൊക്കെ വളർത്താൻ പറ്റിയ നല്ല ചെടിയാണിത്. പിന്നെ അധികം കീടരോഗബാധയൊന്നുമില്ല ഇതിൻ്റെ. അത് ഞാൻ പ്രൊപ്പഗേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി അങ്ങനെ നമ്മൾ തണ്ട് നടാതെ തന്നെ ഇതിങ്ങനെ നട്ട് കഴിയുമ്പോഴത്തേക്കും താഴെ നിന്ന് പുതിയ ചെടികൾ കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ തണ്ട് ഏതെങ്കിലും മണ്ണിൽ സ്പർശിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും വേര് വരും. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇലകൾ തന്നെ ഇങ്ങനെ തണ്ട് പോലെ രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ്. ഇതാദ്യം നമ്മൾ നടുന്ന സമയത്ത് ചെറിയ ലീഫ് പോലൊക്കെ ഇങ്ങനെ ഉണ്ടാകും. ഈ ചെടി പിന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതിന് പ്രൂണിങ് അത്യാവശ്യമാണ്. പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം ചെടി എപ്പോഴും നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതുപോലെ തന്നെ പ്രായമായ ചെടികളൊക്കെ ഉണങ്ങി വരുന്നതെല്ലാം നമ്മളതെല്ലാം വേണ്ട സമയത്ത് കറക്റ്റായിട്ട് അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നിർത്തുകയാണെങ്കിൽ ചെടി നല്ല ഭംഗിയായിട്ട് എത്ര കാലം വേണമെങ്കിലും നിന്നോളും. ഏത് ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ചെടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണിത്. ഒരു പ്രാവശ്യം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്. ഇതിൻ്റെ ചെറിയ പൂക്കളാണെങ്കിലും ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ കമൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.